ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ വേദ ശ്രീജേടത്തിനെയും കൂട്ട് പിടിച്ചിട്ട് വിക്രത്തിനും പായസമൊക്കെ കൊടുക്കാൻ തീരുമാനിക്കേണ്ട. അതിൽ ഉറക്ക ഗുളികയൊക്കെ കലക്കാൻ വിചാരിക്കേണ്ട. എന്തായാലും ശ്രീനിവാസൻ സാറ് പറഞ്ഞ് തട്ടിക്കൊണ്ട് പോയതിന് വിക്രം പോണ്ട വിചാരിച്ചിട്ട് ശ്രീധരേട്ടനെ തട്ടിക്കൊണ്ട് പോണ്ട വിചാരിച്ചിട്ട് അവളെ ഉറക്ക ഗുളികയൊക്കെ കലക്കുന്നുണ്ട്. എന്തായാലും ശ്രീജേടത്തി അവളുടെ കൂട്ടിന് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനി എടുത്തി വന്നിട്ട് ആ പായസമൊക്കെ കുടിക്കുന്നുണ്ട്. ആ പായസമൊക്കെ കുടിച്ചിട്ട് നന്ദിനി എടുത്തി പോകുന്നുണ്ട്. ഇവരൊക്കെ പറയണ്ട, അയ്യോ നന്ദിനി എടുത്തി ആ പായസം കുടിക്കേണ്ടെന്ന് വേദ കുറേ പറയുന്നുണ്ട്. പക്ഷേ കേൾക്കാതെ കുടിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് എന്തായാലും ശ്രീജേടത്തി വേദയും കൂടി കൊണ്ടുപോയിട്ട് വിക്രത്തിന് കൊടുക്കുന്നുണ്ട്. വിക്രമും അത് വാങ്ങി കുടിക്കുന്നുണ്ട്. വിക്രത്തിനോട് വേദ പറഞ്ഞിട്ട് എന്തായാലും ഇപ്പം നിങ്ങൾ പോകണ്ട, അമ്മയും അച്ഛനും ഉറങ്ങിയ ശേഷം പോയാൽ മതി. നിങ്ങൾ ആ ശ്രീനിവാസൻ സാറ് പറഞ്ഞ പണിക്ക് ഇപ്പം നിങ്ങൾ പോകണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞ് പോവാച്ചിട്ട് വിക്രം അവിടെ കടന്നപ്പോഴേക്കും വിക്രം നല്ല ഉറങ്ങിപ്പോകണം. അപ്പുറത്ത് നമ്മുടെ നന്ദിനി എടുത്തിയും പായസം കുടിച്ചിട്ട് നല്ല ഉറക്കമാണ്. വിനായകനാണെങ്കിൽ ഇതെന്താ അവൾ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് പേടിയാണ്. ഇവൾക്ക് എന്താ പറ്റിയെന്നൊക്കെ പറയുമ്പോൾ നന്ദിനി എടുത്തി ഓരോന്ന് ഉറക്കത്തിൽ പിച്ചും പെയ്യൊക്കെ പറയുന്നുണ്ട്. ശ്രീജേടത്തിയോടാണെങ്കിൽ ഭർത്താവ് പറയുന്നത്, നീ എന്ത് പണിയാണ് കാണിച്ചത്, അവൻ നാളെ ഉറക്കം ഒഴിഞ്ഞ അണക്ക് നന്നായിട്ടുണ്ടാവുക, നീയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ അവൻ നിന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീജേടത്തി ആണെങ്കിൽ ഇത് കേട്ടിട്ട് പേടിയായിട്ട് വന്ന് വേദോട് പറഞ്ഞു, നീ എന്താ വേദ ചെയ്യുക? ശ്രീജേടത്തി പേടിക്കണ്ട, ഇപ്പോൾ തൽക്കാലം വിക്രം ഉറങ്ങണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ, അതിനപ്പുറം ഞാനൊന്നും കരുതിയിട്ടില്ല, നാളെ എന്താ സംഭവിക്കണമെന്ന് അപ്പം നമുക്ക് നോക്കാം. എന്തായാലും ശ്രീജേടത്തി ഇപ്പോൾ പോയി സമാധാനമായിട്ട് ഉറങ്ങുന്നൊക്കെ പറയുന്നുണ്ട് വേദ. പിന്നെ കാണിക്കുന്ന വേദ വിക്രത്തിൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ആ വിക്രത്തിൻ്റെ ഫോണാണെങ്കിൽ അടിച്ചേമിൽ അടിക്കുന്നുണ്ട്. ആ ആൾക്കാർ ഗുണ്ടകൾ പുറത്തുനിന്ന് വിക്രത്തിനെ കാണാത്തതുകൊണ്ട് വിളിക്കുന്നുണ്ട്. വേദം മെല്ലെ നോക്കുന്നുണ്ട് ജനലിൽ കൂടെ. എന്തായാലും വിക്രത്തിൻ്റെ കൂർക്കം വലിയ കാരണം വേദയ്ക്കാണെങ്കിൽ ഉറക്കമൊന്നും വരുന്നില്ല. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.